എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതമേ. ഞങ്ങളുടെ മോന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. മോന് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. തലയിൽ വെള്ളക്കെട്ട്. അവൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ്. അവൻ ജനിച്ചത് 2021 സെപ്റ്റംബർ 16 ജനിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അവന് ആദ്യത്തെ സർജറി ചെയ്ത് തലയിൽ നിന്ന് ട്യൂബ് വയറിലേക്കിട്ട് ഫസ്റ്റ് സർജറി അതായിരുന്നു. സർജറി ചെയ്ത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് മോനെ ഞാൻ കാണുന്നത് തന്നെ ആദ്യമായിട്ട്. കാണുന്ന സമയത്ത് മോന് നല്ല വലിപ്പമായിരുന്നു. തലയ്ക്ക് 60 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു തല. ഇപ്പം 54 അല്ലേ. എന്നാലും തലയ്ക്ക് നല്ല വലിപ്പമുണ്ട്. അതിനുശേഷം നമ്മൾ 1 മാസത്തിന് ശേഷമാണ് ഡിസ്ചാർജായി വരുന്നത്. വന്ന് പിറ്റേന്ന് തന്നെ നമ്മൾ വീണ്ടും അഡ്മിറ്റായി. മോന് ഫീഡിങ് ട്യൂബൊക്കെ ഇട്ടാണ് നമ്മളെ വീട്ടിൽ വിട്ടത്. അല്ലാതെ അവന് പാൽ കുടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഫീഡിങ് ട്യൂബായിരുന്നു. പിറ്റേന്ന് തന്നെ നമ്മൾ വീണ്ടും അഡ്മിറ്റായി. വയ്യാതായി അങ്ങനെ അഡ്മിറ്റായി. ആയപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ട്യൂബ് ബ്ലോക്കായിപ്പോയി. തലയിലിട്ട ട്യൂബ് ബ്ലോക്കായിപ്പോയി. അങ്ങനെ വീണ്ടും അത് സർജറി ചെയ്ത് 3-4 മാസം കൊണ്ട് തന്നെ 4-5 സർജറി കഴിഞ്ഞവന് തലയിൽ തന്നെ. സർജറി ചെയ്യും, വീട്ടിൽ വരും. അങ്ങനെ നമ്മൾ വീട്ടിലധികം അങ്ങനെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു ദിവസം 1-2 ദിവസം വീട്ടിൽ നിന്ന് നിൽക്കും. ബാക്കിയുള്ള ദിവസം മൊത്തവും ഞങ്ങൾ ഹോസ്പിറ്റലിലാവും. പിന്നെ ICUന്ന് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ തിരിച്ച് വിട്ടിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് മോന് ആയിട്ട്. മോന് പിന്നെ വെയിനൊന്നും കിട്ടത്തില്ല. വെയിൻ കിട്ടാതായി. പിന്നെ തുടയിലൊക്കെ കീറി സെൻട്രൽ ലൈൻ തന്നെ ഇട്ട് ഒരുപാട് ഇതായി ആശുപത്രി വെച്ച് തന്നെ നമുക്ക്. പിന്നെ നമ്മൾ വീട്ടിൽ വരും, ആശുപത്രി പോവും, വീട്ടിൽ വരും. അങ്ങനെ ഒരു രീതിയായിരുന്നു ഞങ്ങൾക്ക് ഈ 4 വർഷം കൊണ്ട്. നമ്മൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ സർജറി ചെയ്തേക്കുന്നത് 2025 കഴിഞ്ഞ വർഷമാണ്. ജനുവരിയിൽ സർജറി ചെയ്തായിരുന്നു. BP ഷണ്ട് വീണ്ടും ഇട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒക്ടോബർ മാസം ഞങ്ങളിങ്ങനെ അഡ്മിറ്റായപ്പോഴത്തേക്കും മോൻ്റെ തലയിൽ വെള്ളമെല്ലാം കൂടി നിന്ന് പഴുപ്പായി. അതായിരുന്നു ഏറ്റവും വലിയ സർജറി മോന്. അങ്ങനെ പിന്നെ ആ പഴുപ്പ് ഫുള്ളായിട്ട് ബ്രെയിനിനകത്തായിരുന്നു. ആ പഴുപ്പ് ഫുള്ളും അവരെടുത്ത് കുഞ്ഞ് 4-5 ദിവസം വെൻറ്റിലേറ്റർ അങ്ങനെയൊക്കെയായി. അന്നാണ് ഞങ്ങൾ 6-7 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആശുപത്രി തന്നെ ആയിരുന്നു. 6 മാസം വരെ വീട്ടിൽ വന്നിട്ടേ ഇല്ല. ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാവും. ICU വാർഡ് അങ്ങനെ അങ്ങ് ആയിരുന്നു. പിന്നെ വെൻറ്റിലേറ്ററും ഫസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളും അങ്ങ് ആകെ ഇതായിപ്പോയി. ഇപ്പം 2025 ലാസ്റ്റ് BP ഷണ്ട് ഇട്ടേക്കുക. ഇപ്പോഴും ഷണ്ടുണ്ട് തലയിൽ. ഷണ്ട് ഇപ്പോഴും ഉണ്ട് അവൻ്റെ തലയിൽ. അത് നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഞെക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ തലയിൽ നിന്ന് വെള്ളം വയറിലോട്ട് പോകത്തുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിന്, ഇപ്പുറത്തെ ഈ സൈഡിന് സബ്ഗാലിയൽ എന്ന് പറയുന്നൊരു ഷണ്ടുണ്ട്. അപ്പോൾ 2 ട്യൂബാണ് മോൻ്റെ തലയിൽ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ന്യൂറോയുണ്ട്. ന്യൂറോയെ കാണിക്കാൻ പോകണം. പിന്നെ ഫിസിയോതെറാപ്പി നമ്മൾ ഈ ഇടയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ന്യൂറോ സർജറി ഡോക്ടർമാരാണ് പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാൻ. മോൻ്റെ കഴുത്തും ഒന്നും ഉറച്ചിട്ടില്ല. കൈയും കാലുകൾക്കൊക്കെ ബലക്കുറവ്, പിന്നെ ഒരു കാലിന് നീട്ടക്കുറവ്, അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഫിസിയോതെറാപ്പിയും കാണിക്കുന്നുണ്ട്. ന്യൂറോ സർജറി, ഫിസിയോതെറാപ്പി, അങ്ങനെ 3 ഡോക്ടർമാരെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാസം തന്നെ നമ്മൾ 2-3 തവണയായിട്ട് ഹോസ്പിറ്റലിൽ പോകും. ട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടിയാണ്. അല്ല ബ്ലോക്ക് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ ഡേറ്റിനെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. പിന്നെ കുറേ മരുന്നുകളുണ്ട്. 2 ഇടത്തു നിന്നുള്ള മരുന്നുകൾ. അങ്ങനെ മോന് ആഹാരമൊന്നും
ചോറൊന്നും അങ്ങനെ കഴിക്കില്ല, ചോറ് കഞ്ഞിയൊന്നും കഴിക്കത്തില്ല അവൻ ഇപ്പോഴും കുറുക്കൊക്കെയാണ് കുടിക്കുന്നത്. റാഗിയും അമൃതം പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റും ഒന്നുമില്ല. ഇങ്ങനെ ട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടിയാണ്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ പോവും. പിന്നെ മോന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പം മോൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചേ. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത് മോൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ കൊല്ലം ചാത്തന്നൂരാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് തരണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണേ. ഞങ്ങൾക്ക് ഫസ്റ്റായിട്ട് ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഞാനും മോനും കൂടെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ട്. നല്ല ക്ലിയറും കാണത്തില്ല, സാധാ ഫോണാണ്. സൗണ്ടും കുഴപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.